ഒരുപാട് ഇന്റർവ്യൂസ് വരുന്നുണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഇതാണ്, നമുക്ക് എവിടെയാണോ, ഏത് സിറ്റിയിലാണോ, ബാംഗ്ലൂരാണോ, ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് മാത്രം നമുക്ക് ചെയ്യണ്ടു. 2 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെയാണ്. പിന്നെ ബാംഗ്ലൂർ പോയിട്ടില്ല. അപ്പൊ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് കണ്ണൂരിന്റെ ട്രെയിനറാണ്. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് നമ്മുടെ ഒരു പഴയ സ്റ്റുഡൻ്റ് ആയ ദിൽദാർ സുൽത്താനെയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ട് വർക്കിംഗ് ആണ്. പിന്നെ നമ്മുടെ കൂടെ വേറൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, നൈവേദ്യ. ഇപ്പം 4 days ago പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തതാണ്. നമുക്ക് രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, ഞാൻ ദിൽദാർ സുൽത്താന. എൻ്റെ വീട് വളപട്ടണം, കണ്ണൂരാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് കൃഷ്ണമേനോൻ വിമൻസ് കോളേജ് പള്ളിക്കുന്നാണ്. ഇപ്പം ഞാൻ 3 years മുന്നാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. എക്സാം എഴുതി പാസ്സായി. ഇപ്പം 2 years ആയി ഒപ്റ്റം ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. എൻ്റെ പേര് നൈവേദ്യ, കണ്ണൂർ തോട്ടടയാണ് സ്ഥലം. ഞാൻ ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നത് ഫിഷറീസ് ആൻഡ് നോട്ടിക്കൽ സയൻസിൽ എറണാകുളത്താണ്. ഇപ്പോൾ ഫ്യൂ ഡേയ്സ് ആയിട്ടുള്ള കോഴ്സിലേക്ക് ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ കാർഡിയയിൽ വന്ന് 3 മാസത്തെ കോഴ്സും കഴിഞ്ഞിട്ട് പ്ലേസ്ഡ് ആയി 2 years ആയ ഈ നമ്മുടെ ദിൽദാർ സുൽത്താനയ്ക്ക് പറയാൻ കുറേ കഥകളുണ്ടാവും. സോ ആ ജേർണി നമുക്കൊന്ന് നോക്കാം. സുൽത്താന എങ്ങനെയാണ് കാർഡിയനെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ കാർഡിയനെ കുറിച്ച് അറിഞ്ഞത് അതിനു മുമ്പ് മെഡിക്കൽ കോഡിങ് എങ്ങനെയാണ് അറിഞ്ഞത്. എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിൽ ഉള്ള ഒരു ഫ്രണ്ട് വഴിയാണ് മെഡിക്കൽ കോഡിങ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ആ ഒരു ടേം തന്നെ ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ 3 month പഠിക്കാനുള്ളൂ, കോഴ്സ് ഡ്യൂറേഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പഠിക്കുന്ന മുന്നേ കാലം തൊട്ട് തന്നെ എനിക്ക് സയൻസ് ഫീൽഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് പഠിക്കാനും അതാണ് എളുപ്പം. അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് കൂടുതൽ അറിയാം. മെഡിക്കൽ കോഡിങ് 3 month ആണല്ലോ, കൂടുതൽ അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ കണ്ണൂർ എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ അന്വേഷിച്ചു. പക്ഷെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിപ്പെട്ടു. അവിടെ 3 മാസം പഠിച്ചു. പക്ഷെ എനിക്കത് അത്ര എഫക്റ്റീവ് ആയില്ല. കാര്യങ്ങളൊന്നും ഗ്രാസ്പ് ചെയ്യാൻ പറ്റില്ല. മെഡിക്കൽ കോഡിങ് എന്ന് പറയുന്നത് അതിന്റെ ബുക്സ്, ICD CPT ബുക്സ് മസ്റ്റ് ആയിട്ട് നമുക്ക് വേണം, ഫെമിലിയർ ആയി പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് പാസ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എത്തിപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ PDF ആണ് അയച്ചത്. പിന്നെ ഫുൾ റെക്കോർഡഡ് ക്ലാസ് ആയിരുന്നു. അതൊന്നും എനിക്ക് അത്ര എഫക്റ്റീവായി തോന്നിയില്ല അപ്പം എനിക്ക് വീണ്ടും നന്നായി പഠിച്ച് എക്സാം ഒക്കെ എഴുതണമെങ്കിൽ അവിടെ നിന്നാൽ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പം വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ കാർഡിയയിൽ എത്തിപ്പെട്ടത്. അപ്പോൾ ദിൽദാർ സുൽത്താന വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ട് എഫക്റ്റീവ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കാർഡിയയിലേക്ക് എത്തിപ്പെട്ടെ. ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷം ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ ഓക്കെ ആയിട്ട് തോന്നിയോ? ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സിലബസ് ഫോളോ ചെയ്യുക, പിന്നെ ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ്, പിന്നെ നല്ല ഡൗട്ട് ക്ലിയറൻസ്, ഇതൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് ഇവിടെ കാർഡിയയിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് അബ്ദുൽ സാറ ക്ലാസ് ആയിരുന്നു ഞാൻ ഫസ്റ്റിൽ ജോയിൻ ചെയ്തപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ചില ചാപ്റ്റേഴ്സ് നമുക്ക് ടഫായിട്ട് തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് വിദ്യാ മാമിന്റെ ക്ലാസ് ഭയങ്കര എന്താ പറയാ, ഫസ്റ്റ് വിദ്യാ മാമിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്കിത് ഇത്ര ഈസി ആയിരുന്നു എന്ന് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു. വിദ്യാ മാമിന്റെ അതെനിക്ക് പറയേണ്ടതായിട്ടൊരു കാര്യം തന്നെ, ഇവിടെ തന്നെ എന്തായാലും പറയണം. അത്രേ ഉള്ളൂ, ഇത് ഈസി ആയിരുന്നു. മാം അത്രയും ആ ഒരു കണ്ടന്റ് എക്സാം ഫോക്കസ്ഡ് ആയിട്ടായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാർഡ് എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരുപാട് വേക്കൻസീസ് ആ ടൈമിൽ ഞാൻ കോഴ്സ് 3 മാസം കഴിഞ്ഞ ഉടനെ ആ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർഡിയയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനീസ് ആയിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്റർവ്യൂസ് വരുന്നുണ്ടായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു ഇതാണ്, നമുക്ക് എവിടെയാണോ, ഏത് സിറ്റിയിലാണോ, ബാംഗ്ലൂരാണോ, ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് മാത്രം നമുക്ക് ചെയ്യണ്ടു. അല്ലാതെ ഒരുപാട് വേക്കൻസീസ് കാർഡിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുൽത്താൻ, ആ കോഴ്സ് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ നോട്ടിഫിക്കേഷൻ വന്നു എന്നല്ലേ പറഞ്ഞത്? അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുൽത്താന സർട്ടിഫൈഡ് അല്ലേ? അതെ, സർട്ടിഫൈഡ് ആണ്.
അപ്പോൾ നിങ്ങളിപ്പം പ്ലേസ്ഡ് ആയ കമ്പനി ഓപ്റ്റം, അത് സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് പിന്നീട് സർട്ടിഫിക്കേഷന് ശേഷമാണോ ഓപ്റ്റത്തിലേക്ക് കയറിയത്? അതെ, സർട്ടിഫിക്കേഷന് ശേഷം. ആദ്യം കോഴ്സ് കഴിഞ്ഞ ആ ഒരു വീക്കിൽ തന്നെ ഒമേഗ ഹെൽത്ത് കെയർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് പിന്നെ എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പ്ലേസ്ഡ് ആണ് എന്നാണ് എനിക്ക് ഞാൻ ആദ്യമേ തീരുമാനിച്ചത്. പക്ഷെ ഒരു ഇന്റർവ്യൂ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. കുഴപ്പമില്ല, ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവര് വർക്കിംഗ് ഫ്രം ഓഫീസാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനത് അവിടെ ഡ്രോപ്പ് ചെയ്തതാണ്. പിന്നെ തീരുമാനിച്ചു ഇപ്പൊ ഏതായാലും എക്സാം ഓറിയന്റഡ് ആയിട്ട് തന്നെ നല്ലോണം വർക്ക്ഔട്ട് ചെയ്ത് എക്സാം പാസ്സാണ് അത് ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഒരു 2 month ഞാൻ അതിനു വേണ്ടിയിട്ട് നന്നായി ഹാർഡ് വർക്ക് നന്നായി പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എക്സാം ചെയ്തത്. 87% ഉണ്ടായിരുന്നു. അപ്പോൾ 2021 നവംബറിലായിരുന്നു എക്സാം ചെയ്ത് പാസ് ഔട്ട് ആയത്. അപ്പോൾ ഞാൻ പ്ലേസ്മെന്റ് എനിക്ക് വർക്ക് ഫ്രം ഹോം ആണ് ആവശ്യം. ആ സമയത്ത് മോളുണ്ട്, ചെറിയ മോളാണ്. അപ്പോൾ അത് മാത്രമല്ല വീട്ടിൽ നിന്ന് പുറത്തേക്ക് കണ്ണൂർ വിട്ട് പുറത്തേക്ക് പോയി പഠിക്കുക, പുറത്ത് പോയി ജോലി ചെയ്യുക, അങ്ങനെ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോം കൂടുതൽ അന്വേഷിച്ച് 2 മാസം ഞാൻ അങ്ങനെ സ്റ്റക്കായി. പിന്നെയാണ് ആ സമയത്താണ് ഒപ്റ്റത്ത് നിന്നൊരു ഓഫർ വന്നത്. പിന്നെ 1 month ട്രെയിനിങ് ബാംഗ്ലൂര് വന്നിട്ട് ആഫ്റ്റർ ട്രെയിനിങ് നമുക്ക് വീട്ടിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പെർമിഷൻ തരാന്നുള്ള ഇത് കിട്ടിയത്. അപ്പം ഞാൻ ഒരുപാട് ആലോചിച്ച് വീട്ടിലേക്ക് ഒരുപാട് സംസാരിച്ച് സമ്മതം വാങ്ങിച്ച് അങ്ങനെയാണ് ബാംഗ്ലൂർ എത്തിയത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ണൂർ വിട്ട് പുറത്തേക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അവിടെ 1 month ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ ഒരു 1 month പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് വർക്ക് ഫ്രം ഹോം വന്നു. ഇപ്പോൾ 2 years ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ തന്നെയാണ്. പിന്നെ ബാംഗ്ലൂർ പോയിട്ടില്ല. അപ്പൊ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയി വർക്ക് ഫ്രം ഹോം കിട്ടിയത്. ഇന്റർവ്യൂവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാർഡിയായിനെ നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന? നമുക്ക് കോഴ്സ് കഴിഞ്ഞ പാട് ഇവിടുത്തെ HR നമുക്കൊരു എങ്ങനെയാണ് ഇന്റർവ്യൂവിന് പോകേണ്ടതെന്നും നമുക്കൊരു ബേസിക് ഐഡിയ നമുക്ക് പറഞ്ഞുതരും. ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, നമ്മൾ എങ്ങനെ അതിന് ആൻസർ പറയണം എന്നൊക്കെ നല്ലൊരു ക്ലാസ് നമുക്ക് ഒരു 2 to 3 hours ക്ലാസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കിപ്പോൾ ഒരു ഇന്റർവ്യൂ കോൾസ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ MD റെഗുലേറ്റ് സാർ എന്ന പേര്, മെയിൻ MD നമുക്കൊരു ഒരു ഡേ ഫുൾ ഡേ നമുക്കൊരു ഡീറ്റെയിൽഡ് സെഷൻ ഇന്റർവ്യൂ സെഷന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ പ്രോജക്റ്റ് വൈസ് ആയിട്ടും കമ്പനി വൈസ് ആയിട്ട്, അത് ഇന്ത്യയിലാണെങ്കിലും അബ്രോഡിലാണെങ്കിലും എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, എങ്ങനെയാണ് അവർ ഹയർ ചെയ്യുന്നത്, എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, CV നമ്മൾ CV ഏറ്റവും ബെസ്റ്റ് CV എങ്ങനെ ഉണ്ടാക്കുക, ഇപ്പോൾ കറണ്ടിൽ എങ്ങനെയാണ് CV നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കമ്പനീസിന് അയച്ചു കൊടുക്കുന്നത്, അങ്ങനെ എല്ലാം ഓവറോൾ എല്ലാം റെഗുലർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ട്രെയിനർ നമുക്ക് എക്സ്ട്രാ ക്ലാസ് എങ്ങനെ മോക്ക് ഇന്റർവ്യൂസ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അതായത് അക്കാദമിക് വൈസ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്. പിന്നെ അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എനിക്കൊരു പ്രോബ്ലം ആയിരുന്നു ആ സമയത്ത്. അതിനും ഇവര് പിന്നെ നമ്മളെ കൊണ്ട് ക്ലാസ്സിൽ തന്നെ സ്റ്റുഡൻസിനെ കൊണ്ട് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പ്രസന്റ് ചെയ്യിപ്പിക്കും ഇംഗ്ലീഷിൽ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇംഗ്ലീഷ് സംസാരിക്കാനും അക്കാദമിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെക്കും, അതിനെങ്ങനെ ആൻസർ പറയാം, അങ്ങനെയൊക്കെയുള്ള ഓരോ സ്റ്റുഡൻസ് വൈസ് ആയിട്ട് പ്രസന്റേഷൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ഇവിടെ തന്നെ കാർഡിയിൽ തന്നെ. 4 interviews അറ്റൻഡ് ചെയ്തിട്ടുണ്ടായി എന്നല്ലേ പറഞ്ഞത്? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? മീൻസ് എല്ലാം ഒരേ പാറ്റേൺ ആണോ അല്ലെങ്കിൽ ഓരോ കമ്പനീസ് ഓരോ ടൈപ്പ് ആണോ, എങ്ങനെയാ? ആക്ച്വലി ഞാൻ 4 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഒന്ന് 2 സർട്ടിഫൈഡ് ആകുന്നതിന് മുമ്പായിരുന്നു, പിന്നെ 2 സർട്ടിഫിക്കേഷൻ കിട്ടിയതിന് ശേഷമായിരുന്നു. അപ്പൊ ഫസ്റ്റ് എനിക്ക് വന്നത് ഒമേഗ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു കമ്പനിയിലായിരുന്നു. അവരെ ഇന്റർവ്യൂസ് പിന്നെ വെർച്വൽ ഇന്റർവ്യൂ ആയിരുന്നു. 3 rounds ഉണ്ടായിരുന്നു, ടെക്നിക്കൽ റൗണ്ട്, HR റൗണ്ട്, അങ്ങനെയൊക്കെ 3 rounds ഉണ്ടായിരുന്നു. അതുപോലെ ആയിരുന്നില്ല മറ്റുള്ള ഇന്റർവ്യൂസ്, ഒരു റൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അത് ഓരോ കമ്പനി ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഒപ്റ്റം ലാസ്റ്റ് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ ആണ് ഒപ്റ്റം.
മുന്നേ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പ്ലേസ്ഡ് അവരെന്നെ സെലക്റ്റഡ് ആയിരുന്നു, പക്ഷെ അവരൊന്ന് വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതവിടെ ഡ്രോപ്പ് ചെയ്ത്. ഒപ്റ്റം വർക്ക് ഫ്രം ഹോം പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒപ്റ്റം ചൂസ് ചെയ്തത്. പിന്നെ ഒപ്റ്റത്തിൽ ഇന്റർവ്യൂ നമ്മളോട് അവിടെ പ്രോജക്ട് ബേസ് ആയിട്ട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ICD ആണ് ഒപ്റ്റം ഇപ്പം പ്രൊജക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ICD ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നോട് കൂടുതൽ ചോദിച്ചത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ടെർമിനോളജി മസ്റ്റ് ആയിട്ട് നമ്മൾ നന്നായി പഠിച്ചിരിക്കണം. ടെർമിനോളജി അനാട്ടമി അവരിപ്പോ നമ്മൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളോട് കൂടുതൽ ICD CPT ചോദിക്കാൻ ചാൻസ് കുറവാണ്. കൂടുതൽ അനാറ്റമിയും ടെർമിനോളജി ആയിരിക്കും കൂടുതലും ക്വസ്റ്റ്യൻസ് വരും. എന്നോട് അങ്ങനെ തന്നെയാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഒപ്റ്റത്തിൽ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു, അതിൽ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും 1 hour ആയിരുന്നു ആ ഒരു ഇന്റർവ്യൂ ടൈമിംഗ് ഉണ്ടായിരുന്നത്. അതില് നമ്മളെ സെൽഫ് ഇൻട്രൊഡക്ഷൻ ആദ്യം ചോദിക്കും, നമ്മൾ എവിടെയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്, എപ്പോഴാണ് സർട്ടിഫൈഡ് ആയത്, അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അനാട്ടമി ടെർമിനോളജി, പിന്നെ കുറച്ച് ICD റിലേറ്റഡ് ആണ്. കാരണം ഒപ്റ്റത്തിൽ ICD ആയിരുന്നു പ്രോജക്റ്റ് അന്നേരം ജോയിൻ ചെയ്തത്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നോട് ചോദിച്ചത്. നല്ല ഇന്റർവ്യൂ. നമ്മുടെ ഇവിടെ കാർഡിയയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. കാർഡിയയിൽ അവര് നന്നായിട്ടുള്ള ഒരു സെഷൻസ് തന്നിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത്. കാർഡിയന്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ ആരെ വേണമെങ്കിൽ ചോദിക്കാം, ആരോട് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഡയറക്റ്റ് MDനെ വരെ നമുക്ക് കാർഡിയയിൽ MDനെ വരെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇന്റർവ്യൂ കാര്യങ്ങളായാലും എപ്പോഴും അവൈലബിൾ ആണ്. CPC എക്സാം ക്രാക്ക് ചെയ്യാൻ എങ്ങനെയായിരുന്നു? എളുപ്പമായിരുന്നോ? ഇവിടുത്തെ ട്രെയിനിങ് നമുക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യായിരുന്നോ? എങ്ങനെയായിരുന്നു? നമുക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഒരു മോക്ക് സെറ്റ് ബുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ചെയ്യാം, വീട്ടിൽ ഇരുന്നിട്ട് ചെയ്യാം. ഞാൻ വീട്ടിലാണ് അത് ചെയ്തിരുന്നത്, വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. അതിന്റെ കറക്റ്റ് ടൈമിങ് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പറഞ്ഞു തരും. എങ്ങനെയാണ് നമ്മൾ മോക്ക് ചെയ്യേണ്ടത്, ടൈമിങ് കാര്യങ്ങളൊക്കെ അപ്പം ഇവിടുന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എക്സാം കുഴപ്പമില്ല 2 മാസം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിന് ഡേറ്റ് എടുത്തതിന് ശേഷം പിന്നെ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം. എന്നാൽ നമുക്ക് എക്സാം വളരെ ഈസി ആയി തോന്നും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ 2 മാസം ഞാൻ വേറൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആണ്. ഫുൾ ടൈം എന്ന് പറയുന്ന പോലെ പറഞ്ഞാല് രാവിലെ മോക്ക് ടെസ്റ്റ് ചെയ്യും. അതിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് തെറ്റുപറ്റി, അപ്പൊ അതില് ടെക്സ്റ്റ് ബുക്ക് CPT ബുക്കിൽ CPT ആണല്ലോ നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം കൂടുതൽ CPT ബുക്ക് നന്നായി അപ്പൊ നമുക്ക് മനസ്സിലാവും, ഇവിടെയാണ് ഇത് തെറ്റത്, അപ്പൊ ഇവിടെ ഇതുണ്ട്, ഈ പേജിൽ ഈ ചാപ്റ്ററിൽ ഇതുണ്ട്, അപ്പൊ അത് കുറച്ചും കൂടി പഠിക്കുക, അത് കുറച്ചും കൂടി വായിക്കുക. CPT ബുക്ക് നന്നായി വായിക്കുക. ഒരു 3-4 തവണ CPT ബുക്ക് നന്നായി വായിച്ചാൽ ഫുൾ ഓക്കെയാണ്. ഇവിടെ ട്രെയിനേഴ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയാണെങ്കിലും CPT ബുക്സ് വായിക്കേണ്ട കാര്യങ്ങളായാലും ഇവിടെ ട്രെയിനേഴ്സ് പറയുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്തായാലും എക്സാമിന് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത നൈവേദ്യക്ക് പല കാര്യങ്ങളും ചോദിച്ചറിയാനുണ്ടാവുമായിരുന്നു. എല്ലാ സംശയങ്ങളും തീർന്നു കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് പറഞ്ഞു തന്ന ദിൽദാർ സുൽത്താനയ്ക്കും താങ്ക്സ്. ഇനി നൈവേദ്യക്ക് അങ്ങോട്ടുള്ള കോഴ്സിന്റെ കാര്യങ്ങളായാലും ഇന്റർവ്യൂ ആൻഡ് പ്ലേസ്മെന്റ് എല്ലാ കാര്യങ്ങളായാലും സുൽത്താനയ്ക്ക് ഇനി അങ്ങോട്ടുള്ള ഫ്യൂച്ചർ ആയാലും എല്ലാം ഇനി അങ്ങോട്ട് വെച്ചടി സക്സസ് ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ബോത്ത് ഓഫ് യു. താങ്ക്സ് സോ മച്ച്.